ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഗപ്പീസിൻ്റെ കുറച്ച് കെയർ പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ എത്തിയത്. ഓക്കെ, അപ്പോൾ കെയർ പറയുന്നതിന് മുന്നേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏകദേശമുള്ള എൻ്റെ ഗപ്പീസിൻ്റെ വീഡിയോസ് ഈ ഒരു പ്ലേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഓഫ് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. ഗപ്പീസ് എല്ലാം സെയിലിനുണ്ട്. സെയിൽ സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 45-20 ആ റേറ്റിനാണ് നമ്മളെ ഗപ്പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 100-150 കൂടുതൽ ഇപ്പോൾ 100-150 നമ്മൾ പിടിച്ചിട്ടുള്ളത്. 250 റേറ്റിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ ഇപ്പോൾ നമ്മളതിൽ കളക്ഷൻ ഉള്ള അനുസരിച്ച് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, ഓൾ ഇന്ത്യ ലെവലിൽ കൊറിയറുണ്ട്. നമ്മൾ മാക്സിമം ഏകദേശം ഒരു 6 വർഷത്തോളം കൊറിയർ അയച്ച് അതിൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊറിയർക്ക് അയക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഓർഡറും ഉണ്ട്, നല്ല ട്രസ്റ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് മാക്സിമം ഫസ്റ്റ് ഒരു ബ്രീഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്തിയ കണ്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗപ്പീസ് വളർത്തുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആദ്യമായിട്ടൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റാണ്. ആ ഒരു തെറ്റ് ഞാൻ പരിഹരിക്കാൻ വേണ്ടി കുറച്ച് വർഷങ്ങളെടുത്തു. നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ട് വരുന്ന ഒരാൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു ഇൻകം ആദ്യമേ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യം ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ തെറ്റ് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ടെത്താൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ അതാദ്യമേ തെറ്റ് വരാതെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാൻസും ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗപ്പീസിൻ്റെ കാര്യത്തിലേക്ക് കടക്കാൻ കണ്ട അവിടെ നല്ലൊരു പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് വാട്ടർ പോപ്പിയാണ്. ഇതൊക്കെ സെയിലുണ്ട് കേട്ടോ. നമ്മൾ ഗപ്പി ടാങ്കിലേക്ക് ഇടാൻ വേണ്ടി പറ്റിയൊരു അടിപൊളി വാട്ടർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് വാട്ടർ പോപ്പി. ഇതിങ്ങനെ നിറച്ചിങ്ങനെ ക്രൗഡായിട്ട് ഇങ്ങനെ വന്നിട്ട് നിറച്ച് ഫ്ലവേഴ്സൊക്കെ തരും. ഇത് വേറെ 50 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗപ്പിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു 100 കുഞ്ഞുങ്ങൾ അടുപ്പിച്ച് ഒരു ബ്രീഡിൽ ഉണ്ടാക്കാം. സോ അതിൻ്റെ വീഡിയോയിലേക്കാണ് നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ഇപ്പോൾ പലർക്കും ചെയ്യുന്നൊരു അബദ്ധമാണ്. ഇപ്പോഴും ചിലരത് ചെയ്യില്ല, കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ കാണുന്ന ഒരു പകുതി പേരും. പക്ഷേ അത് അറിയില്ലാത്തവർ ഇന്നും ഉണ്ട്. ഇപ്പോൾ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ പേർ ഗപ്പീസ് മേടിക്കും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും വലിയ ഗപ്പീസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കയ്യിലുള്ള ഏറ്റവും മാക്സിമം വലുത് കൊടുക്കുന്നവർ ചിലരുണ്ടാവും. ഇത് അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ എന്നെ പറ്റിയാണ് പറഞ്ഞത്. എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ കാര്യം പറഞ്ഞു തരുന്നതാണ്. നമ്മൾ മാക്സിമം വലിയ ഗപ്പീസ് നോക്കി കൊടുക്കും. ക്വാളിറ്റി ഉള്ളതെല്ലാം നോക്കി നമ്മൾ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫിക്കേഷന് വേണ്ടി ഞാൻ മാക്സിമം നല്ലത് കൊടുക്കാറുണ്ട്. എല്ലാം ഒരുമിച്ചിട്ടിരിക്കുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം നല്ലത് കൊടുക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിലുള്ള വലിയ ഗപ്പി നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഇതിൽ ഞാൻ 2 ബാച്ച് ആയതിനു ശേഷമാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ 2 ബാച്ച് ആയാൽ പോലും നമ്മളിലുള്ള മെയിനായിട്ട് നമ്മളിലുള്ള പാരൻറ്റ് നമ്മളൊരു 4-5 എണ്ണത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബ്രീഡിംഗ് കേജ് കിട്ടി നമ്മൾ മാറ്റി ഒരു പ്ലേസിലേക്ക് വെച്ചിരിക്കുക. സെയിലിന് വേണ്ടിയുള്ളത് നമ്മൾ ഒരു ബാച്ച് മാറ്റുക. അപ്പോൾ നമ്മളിലുള്ള മെയിൻ പാരൻറ്റ് ബാച്ചിനെ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളത് സെയിലിലേക്ക് വേണ്ടി ഉൾപ്പെടുത്തുക. കാരണം നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് നമ്മളിലിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചെന്ന് മനസ്സിലാക്കി തരാം. ഇപ്പോൾ നമ്മളിൽ നോർമലായിട്ടുള്ള നമ്മളിലുള്ള ഗപ്പീസ് എന്ന് പറയുമ്പോൾ നോർമൽ ഗപ്പീസ് എന്ന് പറയുമ്പോൾ അവയ്ക്ക് നമുക്കൊരു സൈസ് ഒരു മീഡിയം സൈസ് ആയിരിക്കും. ആ സൈസ് മീഡിയം സൈസ് ഉള്ളവയ്ക്ക് നമ്മളിപ്പോൾ എക്സാമ്പിൾ എൻ്റെ ഉള്ള ഒരു പാരൻറ്റ് പെയറാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഉള്ള ഒരു പാരൻറ്റ് പെയറാണ് കേട്ടോ. ഈ പാരൻറ്റ് പെയർ എനിക്ക് ഇതിൽ നിന്ന് ഒരു ബ്രീഡിങ്ങിൽ തന്നെ ഒരു ഗപ്പിയിൽ നിന്നാണ് എനിക്ക് ഏകദേശം ഒരു ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള 100 കിട്ടിയിട്ടില്ല. അതിനെ വീഡിയോ ഇട്ടപ്പം പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊരു 70-80 ഇതിൽ നിന്ന് കുഞ്ഞ് കിട്ടാറുണ്ട്. ഇതിപ്പോൾ അടുത്ത് വീണ്ടും ഏകദേശം ബ്രീഡിങ്ങിന് റെഡിയായി വരികയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഹാഫ് ബ്ലൂ ആണ്. അപ്പം അതിൻ്റെ കേസ് അങ്ങനെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മളിൽ ഇതുപോലത്തെ ഉള്ളൊരു സൈസൊക്കെ ഉള്ള നമ്മൾ വിചാരിക്കും ഓവർ വലുതാക്കാൻ ചത്തു പോകുന്നില്ല. ഒരു ഗപ്പിക്ക് നമ്മൾ 3 വർഷം വരെ ഗപ്പീസിന് ജീവിക്കാനുള്ള ഒരു 3 to 6 വർഷം വരെ ആണ് അവരുടെ ലൈഫ് സ്പാൻ. അല്ലാതെ ഒരു 6 മാസം കൊണ്ടൊന്നും ഗപ്പികൾ ചത്തു പോകാറില്ല. ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കൂടുതലും കൊറിയർ അയക്കാറുള്ളത്, ഈ ഒരു പ്രായം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം ഈ ഒരു പ്രായമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചത്തുപോകുന്ന പേടിക്കേണ്ട. അതുപോലെ നിങ്ങളെടുത്ത് സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. ഇത് കിടന്ന് നമ്മളിൽ ചത്തുപേരും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് നിറച്ച് കുഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഇത് നിങ്ങൾ ഇട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഗപ്പി ബ്രീഡർ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കാര്യം. നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന പാരൻറ്റിനെ നമ്മൾ കൂടുതൽ പാരൻസിനെ മാറ്റാതിരിക്കുക. ഞാനിപ്പോൾ ഇതിന് വേറെ ബാച്ചുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇതിട്ട കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. ഇതിൽ കിടപ്പുണ്ട് കണ്ട. ഇതിൽ അത്യാവശ്യം നിറച്ച് കുഞ്ഞുങ്ങളൊക്കെയാണ് ഉണ്ട്. ഇതിൽ നിന്ന് ഒരു ബ്രീഡിൽ കിട്ടിയ കുഞ്ഞുങ്ങളുണ്ട്. അത് അത്യാവശ്യം നിറച്ച് വലുതാവുകയും ചെയ്യും പെട്ടെന്ന്. അടുത്ത് ഞാൻ വേറൊരു ഇത് കാണിച്ചില്ല. ഇതിൽ കുഞ്ഞായെന്ന് തോന്നുന്നു, അറിയില്ല. എടാ കള്ള, ആ കുഞ്ഞ് പിടിച്ച് ഇവൻ തന്നെ തിന്നു അല്ല കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. കുറേ കുഞ്ഞിട്ടിട്ടുണ്ട്. ഐ തിങ്ക് കുറേ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലല്ലോ, അടിയിലേക്ക് കിടപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് പിടിച്ച് മാറ്റണം, അല്ലെങ്കിൽ ഇവൻ തന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. ലാസ്റ്റ് എനിക്ക് ഇതിൽ നിന്ന് കുറേ കുഞ്ഞിട്ട്. ഇത് അത്യാവശ്യം എൻ്റെ ഒരു വലിയ പാരൻ്റാണ്. ഇത് നമ്മളിലുള്ള ഇതെവിടെയൊക്കെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ഈ വീഡിയോ പെട്ടെന്ന് നിർത്തി കുഞ്ഞുങ്ങളെ ഇനി അടുത്ത് പിടിക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പസ് ബ്ലൂ ആണ്. ടോപ്പസ് ബ്ലൂവിൻ്റെ ഇതിൽ കുറച്ച് ആൾക്കാർ കിടന്നു. അവരെയൊക്കെ ഞാൻ പിടിച്ച് മാറ്റി ഞാൻ കാണിച്ചു തരാം. ടോപ്പസ് ബ്ലൂ ഇതൊക്കെ ടോപ്പസ് ബ്ലൂ ആണ്.
എവിടെ പോയി ടോപ്പസ് ബ്ലൂ കണ്ടാ. ഞാനിപ്പോൾ നമ്മൾ ബ്രീഡിംഗ് കേജ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് ഗപ്പി ഗ്രാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. നമുക്ക് ഗപ്പീസൊക്കെ അടിപൊളിയായിട്ട് കിടക്കണം. നല്ല ടോപ്പസ് ഗ്രീൻ അല്ല ടോപ്പസ് ബ്ലൂ ആണത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാൽ നമ്മളിതിനെ കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഏകദേശം നമ്മളിത് കാണുമ്പോൾ അത്യാവശ്യം നല്ല സൈസായി നമുക്ക് ബ്രീഡിംഗ് ആവുമെന്ന് അറിയുമ്പോൾ ഞാൻ ഇതിന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. മെയിൽ ഫീമെയിലിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രീഡിംഗ് ആയിട്ടുണ്ടെങ്കിൽ മെയിലും ഫീമെയിലും ഒരുമിച്ചിട്ടിട്ട് അതിലേക്ക് അങ്ങ് ഇട്ടേക്കുക. സെപ്പറേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കുഞ്ഞും കിട്ടും. മാക്സിമം എനിക്ക് ഇതിൽ നിന്ന് ഏകദേശം കിട്ടിയ കുഞ്ഞിനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. എനിക്ക് 2 ബാച്ച് ഇറങ്ങി കിടക്കുന്നുണ്ട്. ആ 2 ബാച്ചിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 200ഓളം കുഞ്ഞുങ്ങൾ അതിലുണ്ട്. സോ നമ്മൾ ആ 2 ബാച്ചിലെയും കുഞ്ഞുങ്ങൾ കാണാൻ വേണ്ടി ഓൺ ഗോയിങ് വി ആർ ഗോയിങ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് നിങ്ങളിലുള്ള പാരൻറ്റിനെ നിങ്ങൾ സെയിൽ ചെയ്യരുത്. പാരൻറ്റിനെ നമ്മൾ ഇട്ടേക്കുക. ആ പാരൻറ്റ് നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് തരും. ഇൻകം മാത്രമല്ല, അതിൻ്റെ ആ ഒരു നല്ല വളർന്ന് ഓവർ സൈസ് അത്യാവശ്യം സൈസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ആ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിനെ തന്നെ നേരിട്ട് കാണുമ്പോൾ അതിലുള്ള ഒരു വൈബ് ഇവിടെ തന്നെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പ്രത്യേക ഒരു ബ്യൂട്ടിയാണത്. അതുപോലെ തന്നെ വേറെയും കുറേ വെറൈറ്റീസ് നമ്മളതിലുണ്ട്. ജസ്റ്റ് ഞാനിപ്പോൾ ഇതിനെ ഈ ഒരു ടോപ്പിക്ക് കോൺസെൻട്രേറ്റ് ഈ കാര്യമാണ് പറഞ്ഞത്. നമുക്കിനി അടുത്ത് ആ കുഞ്ഞുങ്ങൾ നമ്മൾ ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഫീഡും ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മളടുത്ത് കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ അത് എൻ്റെ അത്യാവശ്യം കുറച്ച് കിടപ്പുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്നതിൻ്റെ പെയറാണ്. അതിൻ്റെ ബാച്ചാണ് ഇതിൽ കളർ. പെയറല്ല, ബാച്ചാണ് ഇത്. 2 ബ്രീഡിങ്ങിൽ 2 ബാച്ചാണ് ഇതിൽ കിടപ്പോൾ. ഇനി ഒരു ബാച്ചും കൂടെ ഇതിൽ ഇറക്കുമെന്ന് തോന്നുന്നില്ല. വേറെ ഒന്നിൽ ഇറക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം നല്ല സൈസ് ആയതുകൊണ്ട് കണ്ട, അത്യാവശ്യം ഒരു സൈസ് ആയതുകൊണ്ട് വേറൊരു ബാച്ചുണ്ട്. 2 ബാച്ചും കൂടെ ഏകദേശം ഒരു 150 പുറത്ത് ഇതിൽ കാണും. ഇതുപോലെ തന്നെ വേറൊരു ബാച്ച് നമ്മൾ താഴെ എൻ്റെ ആമ്പലൊക്കെ ഉള്ളൊരു പ്ലേസ്, താഴെ എന്ന് പറയാൻ കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സ്ലോപ്പ് കുറച്ച് താഴോട്ടുള്ള റേഞ്ചിലാണ്. ഓക്കെ, അവിടെയും കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലും ഇതിൻ്റെ കുറച്ച് ബാച്ചുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇത് കുറേ ഇതുണ്ട് ഇതിൽ പീസ്. അപ്പോൾ ഇതും നമ്മളതിലിപ്പോൾ കാണിച്ച സെയിലിനുണ്ട്. സെയിൽ ഞാൻ ആ മെയിൻ ബാച്ചിലൊന്ന് 2 പേർ ഇട്ടിട്ടുണ്ട്. അതിൽ പോയിട്ട് ബാക്കി നിങ്ങൾക്ക് എടുക്കാം. ബാക്കി ഉണ്ടാവും. അത് 1 പേരോ 2 പേരൊക്കെ തരാനേ കാണും. അത് ഈ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്ത് മാക്സിമം നിങ്ങൾ ഫിഷിനെ കീപ്പ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നിറച്ച് കുഞ്ഞുങ്ങൾ കിട്ടും. അല്ലാതെ നമ്മളിപ്പോൾ ഒന്നിനെ കിട്ടി സെയിൽ ചെയ്തു അങ്ങ് കളഞ്ഞാൽ അങ്ങനെ പെക്ക് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു വലിയൊരു ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ നമ്മൾക്കിപ്പോൾ വേറെ സ്റ്റോക്കുകളൊക്കെ ഒരുമിച്ച് വരും, നമുക്ക് നല്ല റേറ്റ് കുറച്ച് കിട്ടും കൊടുക്കാറുണ്ട്, അതൊക്കെ ഓക്കെയാണ്. ബട്ട് നിങ്ങളിപ്പോൾ അടുത്തുള്ള അക്വേറിയത്തിലോ അങ്ങനെ ഇപ്പോൾ നമുക്ക് നല്ല ബേസിക്കലി നമുക്ക് തന്നെ മാക്സിമം എല്ലാ ഇൻകം നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിനായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുക. വലിയ ഫിഷിനെ നിങ്ങൾ മാറ്റിയിട്ട് അതിനെ ബ്രീഡ് ചെയ്തെടുക്കുക. പിന്നെ ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. നമുക്കിപ്പോൾ നിറച്ച് കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്യുക. ഞാൻ ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്തപ്പോൾ നമുക്കിതിൽ കിട്ടിയതാണ് ഒരു 3-4 കുഞ്ഞുങ്ങളിൽ കിടപ്പുള്ളൂ. പക്ഷേ കണ്ട അപ്പുറത്തിൽ കിടക്കുന്നുണ്ട്, ഇതിൻ്റെ കുഞ്ഞുങ്ങളാണത്. പിന്നെ നമ്മൾ ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്യുന്ന ഞാനിവിടെ ഇപ്പോൾ മാക്സിമം ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്യാറുള്ളത് ഹാഫ് ഗോൾഡ് ചെയ്തിരുന്നു. അതിപ്പോൾ അത്ര സെയിൽ അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹാഫ് ഗോൾഡ് ഇപ്പോൾ കുറച്ചു. സോ ഞാനിപ്പോൾ ഹാഫ് ഗോൾഡ് പോയിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഫുൾ റെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കണ്ട ഇത് ബ്ലൂ ഡയമണ്ട് ആണ്. ബ്ലൂ ഡയമണ്ടിൻ്റെ കുറേ കുഞ്ഞുങ്ങൾ ഇറങ്ങി കിടക്കണം. ഇതിനകത്ത് അത്യാവശ്യം ഒരു 100-150ഓളം കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പാരൻറ്റ് പെയേഴ്സാണ്. ഇത് ഞാൻ സെയിലിന് വേണ്ടിയല്ല, ഇപ്പോൾ അല്ലാതെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്ന പാരൻറ്റ് പെയേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബ്രീഡിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു കാര്യമാണിത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളാരും തുടർന്ന് ഇനി നിങ്ങൾ ബ്രീഡിങ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യുക. മാക്സിമം സെയിൽ ചെയ്താൽ നമ്മൾ ഒഴിവാക്കരുത്. പിന്നെ ശ്രദ്ധിച്ച് അതിനെ നമ്മൾ മാക്സിമം കുഞ്ഞുങ്ങളെയൊക്കെ ടൈമിന് ബ്രീഡിംഗ് കേജ് ഇല്ലെങ്കിൽ ടൈമിന് പിടിച്ച് മാറ്റുക. ആൽബിനോ വെറൈറ്റി ആണെങ്കിൽ ആ ടോപ്പസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഈ നോക്കിയില്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അതിലുള്ള എല്ലാ അവന്മാരങ്ങ് തിന്ന് സന്തോഷമാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസും ഫിഷൂസൊക്കെ മേടിക്കാൻ താല്പര്യമുള്ള മേടിക്കുക. അതിനുവേണ്ടി നിങ്ങൾ കോൺടാക്റ്റ് ഉള്ള നമ്പറാണ് 9809806874 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക. നമ്മളിലുള്ള ഡീറ്റെയിൽസ് എല്ലാം അയച്ചു. പല വെറൈറ്റീസ് ഓഫ് വാട്ടർ പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1000ഓളം വെറൈറ്റീസ് ഓഫ് വാട്ടർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ട്. അതുപോലെ വാട്ടർ ലില്ലീസ് സ്പെസിഫൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു 40 വെറൈറ്റീസ് അടുപ്പിച്ചുണ്ട്. ഗപ്പീസ് എടുക്കുകയാണെങ്കിൽ ഒരു 30 വെറൈറ്റീസ് കൂടുതൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയർ അയച്ചാൽ ഇന്ത്യക്ക് പുറത്തും കൊറിയർ അയക്കുന്നുണ്ട്. ഇതുപോലെ മറ്റു നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.